ഉസ്താദ് ഹോട്ടൽ ആദ്യമായിട്ട് കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാനത് ഓർത്തു അത് ഫുഡിനെ പറ്റിയുള്ള ഒരു സിനിമയാണ്. മറ്റേ നിസകരിസ അതൊക്കെ ഒരു ഫുഡ് ബാക്ക്ഡ്രോപ്പ് ഉള്ള ഒരു സിനിമ അങ്ങനെ മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ബിരിയാണിനെ പറ്റിയിട്ടുള്ള ഒരു യങ് ഷെഫ് കരിയർ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് വിചാരിച്ചത്. പക്ഷെ വലുതായി കഴിഞ്ഞിട്ട് അതൊന്നുകൂടെ റീവാച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്, ഫുഡ് വാസ് ദ ലാംഗ്വേജ് ദാറ്റ് ദ ഫിലിം സ്പോക്ക് ടു എന്താണ് ഒരു വലിയൊരു കാര്യത്തിനെ പറ്റി നമ്മളോട് സംസാരിക്കാനായിട്ട് യൂസ് ചെയ്ത ഒരു ലാംഗ്വേജ് ആയിരുന്നു അതിൻ്റെ ഫുഡ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദ വലിയ തിങ് ഇസ് പർപ്പസ്. നിങ്ങൾക്ക് ആ ഹിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഈ ഫൈസിയുടെ കരിയർ ആസ്പിറേഷൻസ് നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. അതായത് ഫൈസി ഒരിടത്ത് പഠിച്ചു, പുള്ളി ഡ്രീം ചെയ്യുന്നത് അബ്രോഡ് പോയി സെറ്റിൽ ചെയ്യുക, ഒരു നല്ല ജോലി വാങ്ങുക, അബ്രോഡ് പോയി സെറ്റിൽ ചെയ്യുക, ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ബെറ്റർ മറ്റേ ക്വാളിറ്റി ഓഫ് ലിവിങ്, അതൊക്കെ നമ്മളും എക്സ്പീരിയൻസ് നമ്മളും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് കരിയർ ട്രജക്ടറിയാണ് പുള്ളിക്കാരന്റെ പ്ലാനിലുണ്ടായിരുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ കോഴിക്കോടിലെ ഒരു ചെറിയ ഹോട്ടലിൽ വന്ന് പെടുന്നു. സഡൻലി ഹിസ് ഹോൾ ഡെഫിനിഷൻ ഓഫ് സക്സസ് ചേഞ്ചസ്. അതുവരെ എബ്രോഡ് പോയി സെറ്റിൽ ആവുന്നതാണ് കൈൻഡ് ഓഫ് എ സക്സസ് എന്ന് പുള്ളിക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആഫ്റ്റർ കരിംക, ആഫ്റ്റർ ഉസ്താദ് ഹോട്ടൽ, somehow the whole experiences, the whole thing he came through redefines his success. And കരിംക ഫേസിനെ ഫുഡ് ഉണ്ടാക്കാനോ കുക്ക് ചെയ്യാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഹി ടീച്ചസ് സംതിങ് ബിയോണ്ട് ദാറ്റ്, ലൈക്ക് വൈ യു ഷുഡ് കുക്ക്. മറ്റേ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കഴിക്കുന്നവരുടെ വയറല്ല മനസ്സാന്ന് അറിയേണ്ടതെന്ന്. അപ്പോ കരിംക ഫൈസിനെ പഠിപ്പിക്കണത് ഒരു കാര്യത്തില് ഗുഡ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് മാറ്റേഴ്സ്. ആ സാധനമാണ് കരിംക പഠിപ്പിക്കുന്നത്. ആൻഡ് ഫൈസി ഫുഡിനെ ഒരു കരിയർ ആയിട്ട് കാണുമ്പോൾ കരിംക അതിനെ ഒരു സർവീസ് ആയിട്ടോ ഒരു കണക്ഷൻ ആയിട്ടൊക്കെയാ കാണിക്കുന്നത്. ഈ ഫിലിമിന്റെ ഹാർട്ട് എന്താന്ന് വെച്ചാ ഒരു മെസ്സേജ് ആയിരിക്കാം. ഈ ഫിലിം ഫുൾ ഒരു ലൈനിലേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ ഇതായിരിക്കും പറയാൻ പോകുന്നത്, ലൈക്ക് ഐ കെയർ യു സോ മച്ച് സോ ദാറ്റ് ഐ വോണ്ട് ടു ഫീഡ് യു വെൽ. അതായിരിക്കും ദ ഹോൾ മൂവി ഇൻ എ ലൈൻ ഒരു മെസ്സേജ് തരുന്നതെന്ന് പറഞ്ഞാല്. ആൻഡ് ഫ്രം ദാറ്റ് പോയിന്റ് ബിരിയാണി ഇസ് നോട്ട് ജസ്റ്റ് എ ഫുഡ്, ഇറ്റ്സ് സംതിങ് മോർ ദാൻ ജസ്റ്റ്. ഇതിനകത്ത് എന്നെ ഭയങ്കര ഹിറ്റ് ചെയ്ത് വേറൊരു സാധനം ഈ ഗ്രാൻഡ് ചൈൽഡ് ഗ്രാൻഡ് പേരന്റ് റിലേഷൻഷിപ്പ്. ആ സാധനമാണ്. ഫൈസിനെ ഒരിക്കലും കരിംകനെ പോലെ ആവണം എന്നൊന്നും പറയുന്നില്ല. ബട്ട് കരിംക ജസ്റ്റ് ലീവ്സ് ഇൻ എ വേ ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ. ലൈക്ക് ഫൈസിക്ക് കരിംകന്റെ ആദ്യം മറ്റേ ഇവർക്കൊക്കെ ഫിക്സഡ് സാലറി അല്ലേ, ഇവരുടെ കാര്യങ്ങളിലൊക്കെ എന്തിനാ നമ്മൾ ഇങ്ങനെ വറി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നിടത്ത് നിന്ന് അവരുടെ ലൈക്ക് ഫൈസി സോ എ പോയിന്റ് വെയർ ആ ഉസ്താദ് ഹോട്ടല് ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു ഡ്യൂ ടു ഫുഡ് പോയ്സൺ ആൻഡ് ഓൾ. എന്നിട്ട് ഇത് റീബിൽഡ് ചെയ്യാൻ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള കോൺട്രിബ്യൂഷൻ ഫുൾ ഇട്ടു. ദാറ്റ്സ് ദ പോയിന്റ് വെയർ ഫൈസി റിയലൈസസ് ഇത് കരിംകയ്ക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും ലൈക്ക് കരിംക എങ്ങനെയാണോ ഫീൽ ചെയ്യുന്ന അതേ സാധനമാണ്. ഫൈസിക്ക് ഇങ്ങനത്തെ ഇമോഷൻസും ഇങ്ങനത്തെ കണക്ഷൻസും ഒക്കെ ചിലപ്പോൾ ഏലിയൻ ആയിരുന്നിരിക്കാം. ബട്ട് ദ ഗുഡ് സൈഡ് ഓർ ദ പോസിറ്റീവ് ഓർ ദ ഫ്രഷ് സൈഡ് ഓഫ് എ വില്ലേജ്, ദോസ് അങ്ങനത്തെ ഒരു നാടൻ ഫ്രഷ്നെസ് ഫൈസിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് കരിംകന്റെ കൂടെയാണ്. ഈ ഉസ്താദ് ഹോട്ടല് ജസ്റ്റ് എ ഫുഡ് ഫിലിം എന്നതിനപ്പുറത്തേക്ക് എന്നെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇറ്റ് ഹിറ്റ് മീ വിത്ത് എ ക്വസ്റ്റ്യൻ, ലൈക്ക് നിങ്ങളുടെ സക്സസ് നിങ്ങൾക്ക് മാത്രമല്ലാതെ വേറെ ആർക്കും ബെനിഫിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, വേറെ ആർക്കും മീൻ ചെയ്യുന്നില്ലെങ്കിൽ ഇസ് ഇറ്റ് റിയലി സക്സസ്? ദാറ്റ് ക്വസ്റ്റ്യൻ റീഫ്രെയിം മൈ ഹോൾ പെർസെപ്ഷൻ ഓഫ് സക്സസ്. ഇതില് ഫൈസിക്ക് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇഷ്ടമുണ്ടായിരുന്നു, ബെറ്റർ ജോബ് ഇഷ്ടമുണ്ടായിരുന്നു, ബെറ്റർ കൺട്രി ഇഷ്ടമുണ്ടായിരുന്നു. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. ബട്ട് ഓൺ ഹിസ് വേ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ നെക്സ്റ്റ് സാലറി, നെക്സ്റ്റ് ഇൻകം, അതിനേക്കാൾ കൂടുതൽ there are much things that you are meant to be.
അങ്ങനെ ഒരു റിയലൈസേഷൻ ഹിറ്റ് ഫൈസിക്ക് കിട്ടുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള ആ പോർഷനില. ആൻഡ് ടുവേർഡ്സ് ദ ലാസ്റ്റ് പോർഷൻ ലൈക്ക് ഉപ്പ പറഞ്ഞിട്ട് പുള്ളി ഒരു സ്ഥലത്ത് പിള്ളേരൊക്കെ കാണാൻ പോകും, അവിടെ ഒരു ബിരിയാണി വെച്ച് കൊടുക്കുന്ന ഒരു സെക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. ആ സെക്ഷനിൽ ഫൈസി ഈസ് ഗെറ്റിംഗ് ദ റിയലൈസേഷൻ ദാറ്റ് ഞാൻ മൈ പെർസെപ്ഷൻ ഓഫ് സക്സസ് അല്ല ബെസ്റ്റ്, ദർ ആർ ഓൾസോ അതർ ഓപ്ഷൻസ് ലൈക്ക് അതർ വേർഷൻസ് ഓഫ് സക്സസ് ദാറ്റ് മീൻസ് മോർ ടു അസ്, ലൈക്ക് കുറച്ചുകൂടെ നമുക്ക് സന്തോഷം തരുന്ന വേർഷൻസ് ആൻഡ് പെർസെപ്ഷൻസ് ഓഫ് സക്സസ് ഉണ്ടെന്ന് കരിംക പറയാതെ പറഞ്ഞു കൊടുക്കായിരുന്നു ഫൈസിക്ക് ആ പോയിന്റിലൊക്കെ. എന്തുകൊണ്ടാണ് ഉസ്താദ് ഹോട്ടൽ ഫീൽസ് ലൈക്ക് ഹോം എന്ന് വെച്ചാൽ കുറെ ആസ്പെക്ട്സ് ഉണ്ടാവാം. ഒന്ന് നമ്മളിപ്പോ പറഞ്ഞ ദ പെർസെപ്ഷൻ ഓഫ് സക്സസ്, രണ്ട് കെയർ, അതായത് ഫുഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫുഡ് അല്ല, ഇറ്റ്സ് എ കെയർ. നമ്മള് മധുരം സിനിമയിൽ കേട്ടിട്ടില്ലേ, ഇതിനകത്തൊരു സ്പെഷ്യൽ സാധനം ഇട്ടിട്ടുണ്ട്, സ്നേഹം. അത് നമ്മൾ തമാശക്ക് പറയുമെങ്കിലും നമ്മൾ ഒരാളെ ഡീപ്ലി കെയർ ചെയ്ത് അവർക്ക് ഹാപ്പിനെസ് കൊടുക്കണം എന്നുള്ള എയിമിൽ ഫുഡ് ഉണ്ടാക്കുന്നതും മേർലി അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതും തമ്മിൽ ലോട്ട് ഓഫ് ഡിഫറൻസസ് ദെയർ. അതിപ്പോ ഐ ഡോണ്ട് നോ, ഇതിപ്പോ നമ്മൾ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയി ഇടുന്നതാണോ, അതോ സ്നേഹം കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയി കയറുന്നുണ്ടോ, അതൊന്നും എനിക്കറിയില്ല. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ്. ലൈക്ക് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നോട്ട് ജസ്റ്റ് ഫോർ ദ വൺ ഹു കുക്സ്, വൺ ഹു ഈറ്റ്സ്. ഈറ്റ് ചെയ്യുന്ന ആൾക്കും ആ ഫീല്, ആ സ്പെഷ്യൽ ഫീലിംഗ്, ആ കെയർ, ആ സാധനം നന്നായി മനസ്സിലാവും. ആ സാധനം റീഇൻഫോഴ്സ് ചെയ്യുന്ന ഫിലിമാണ് ഉസ്താദ് ഹോട്ടൽ. സോ ഉസ്താദ് ഹോട്ടൽ just feels like a home whenever I feel tired. And ഈ മൂവിയുടെ എൻഡില് നമ്മൾ ഈ സിനിമയിലൊക്കെ ലാസ്റ്റ് നായകനെ വെളുപ്പിക്കണ പോലത്തെ പരിപാടികളൊന്നുമില്ല. ലൈക്ക് ഫേസി മറ്റേ എനിക്കിനി പണമൊന്നും വേണ്ട, സർവീസ് മാത്രം മതി, എന്റെ അംബീഷനൊക്കെ ഞാൻ ഗിവ് അപ്പ് ചെയ്തു, അങ്ങനെയൊന്നും പറഞ്ഞ് അങ്ങനത്തെ വെളുപ്പിക്കൽ നന്മപരം ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഫേസി നടത്തുന്നില്ല. ബട്ട് ഫേസി ഹാഡ് ക്ലാരിറ്റി ഓൺ വാട്ട് ഹി ഷുഡ് ഡു. എന്ത് ചെയ്യണം എന്ന് മാത്രമല്ല, അത് ചെയ്യുന്നത് കൊണ്ട് ആരെയൊക്കെ അത് അഫക്ട് ചെയ്യും, എന്തൊക്കെ അത് മീൻ ചെയ്യും, ലൈക്ക് വാട്ട്സ് ദ പർപ്പസ് ഓഫ് ഹിസ് ലൈഫ്. ആ സാധനത്തിനെ പറ്റി പുള്ളിക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ക്ലാരിറ്റി കിട്ടി. അതായിരുന്നു ഈ മൂവിന്റെ എൻഡിങ്ങിലോട്ട്, ചിലപ്പോ ആ ഒരു മെസ്സേജ് ആയിരിക്കാം നമ്മളെ ഈ മൂവിയുടെ എൻഡിങ്ങിൽ ഷോ തീർന്നു പോയോ, ഇനി എന്താ നടക്കുന്നത്, ആ ഒരു ഫീല് തരുന്നത്. ആൻഡ് ശരിക്കും ഞാൻ ഈ സിനിമ കണ്ടു തുടങ്ങിയിട്ടുള്ളത്, പണ്ട് ഈ സിനിമ കണ്ടു തുടങ്ങിയ ദുൽഖർ സൽമാൻ ഒറ്റ ഒരാൾക്ക് വേണ്ടിയാ. ഞാൻ അന്ന് പുള്ളിന്റെ ഗ്ലാമറിലൊക്കെ ഭയങ്കര ഫാനായിരുന്നു, അങ്ങനെ കണ്ടു തുടങ്ങിയ ഫിലിമാണ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് കരിംക ബിക്കെയിം മൈ ഫേവറേറ്റ് പാർട്ട്. ആഫ്റ്റർ തേർഡ് ഓർ ഫോർത്ത് വാച്ച് ഐ ബിക്കെയിം എ മോർ കരിംക ഫാൻ പേഴ്സൺ ദാൻ ഫേസി ഫാൻ പേഴ്സൺ. ആൻഡ് ഇതൊരു ക്വസ്റ്റ്യൻ നമുക്ക് വെക്കുന്നുണ്ട്, ലൈക്ക് വി ഓൾ ഹാവ് അവർ അംബീഷൻസ് ഓർ അവർ ഡ്രീം, എവറിത്തിങ് സെറ്റ് ഇൻ പ്ലേസ്. ബട്ട് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യന് പലപ്പോഴും നമുക്ക് ആൻസർ ഉണ്ടാവില്ല. ഫേസി ഓൾസോ ഹാഡ് ദ സെയിം ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദാറ്റ്. ഫേസി മറ്റേ കിസ്മത്താണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കരിംക പറയുമല്ലോ, നിന്റെ പ്ലാൻ അനുസരിച്ചാണെങ്കിൽ നീ ഇന്ന് പുറത്തായിരിക്കില്ല, ഇവിടെ ആയിരിക്കില്ലല്ലോ. ആ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, ആ കോൺവെർസേഷനിൽ നമുക്ക് കിട്ടുന്ന സാധനം ഇസ് ലൈക്ക് വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് യുവർ ഡ്രീം ലൈഫ്. ഡ്രീം ലൈഫ് സെറ്റപ്പ് ചെയ്യുന്നിടം വരെയാണ് നമ്മുടെ അംബീഷൻസ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള ലൈഫ് എങ്ങനെയായിരിക്കും, അതിനുശേഷം അത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും, ആ സാധനത്തിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ആ ക്ലാരിറ്റിയാണ് കരിംക ഫേസിക്ക് കൊടുത്തത്. അതേ വിഷനാണ് നമുക്കും ആ ഫിലിം തരുന്നത്. ആൻഡ് ലാസ്റ്റ് ടൈം നമ്മള് അനുരാഗ കരിക്കിൻ വെള്ളത്തിനെ പറ്റിയാണ് സംസാരിച്ചത്. ദ ഫസ്റ്റ് ഫേവറേറ്റ് ഫിലിം ദാറ്റ് ഫെൽറ്റ് ലൈക്ക് ഹോം ടു മീ. ആൻഡ് ഇന്ന് നമ്മള് ഉസ്താദ് ഹോട്ടലിനെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾക്കും ഇതുപോലത്തെ ഫിലിം ദാറ്റ് ഫെൽറ്റ് ലൈക്ക് ഹോം അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് ഒന്ന് കുറച്ച് ഹാഷ് ആകുമ്പോഴത്തേക്ക് പോയിരുന്ന് മറ്റേ നമ്മുടെ കുക്കുള്ളിൽ മാറിയിരുന്ന് കണ്ടിട്ട് അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ഐ എം റെഡി ടു ഫൈറ്റ് ബാക്ക്, അങ്ങനെ തോന്നുന്ന ഫിലിം ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. നമുക്ക് അതിനെപ്പറ്റി അടുത്ത് സംസാരിക്കാം. ബൈ.